വൊക്കാബുലറി സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 2026 മുതൽ അല്ലെങ്കിൽ 2024 മുതൽ റീസെന്റ് ആയിട്ട് വരെ ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള വൊക്കാബുലറി അതിന്റെ അനുബന്ധ കാര്യങ്ങളുമാണ്. അപ്പൊ നോക്കിയേ, 2026-ലും പിന്നെ അതുപോലെ 25-ലും 24-ലും അവസാനം ചോദിച്ചിട്ടുള്ള റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് വൊക്കാബുലറി ആണ്. നോക്കിയേ, ഇതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹി ഡാഷ് ദ ഡോക്യുമെന്റ്സ് ബിഫോർ സൈനിങ്. ഹി ഡാഷ് ദ ഡോക്യുമെന്റ്സ് ബിഫോർ സൈനിങ്. ലുക്ക് ഓവർ ഓപ്ഷനിലുണ്ട്, ലുക്ക്ഡ് ഔട്ട് ഓപ്ഷനിലുണ്ട്, ലുക്ക്ഡ് ആഫ്റ്റർ ഓപ്ഷനിലുണ്ട്, ലുക്ക്ഡ് അപ്പ് ഓപ്ഷനിലുണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ. ലുക്ക്ഡ് ഓവർ മീൻസ് എക്സാമിൻ, പരിശോധിച്ചു നോക്കുക, ഓവറോൾ ചെക്ക് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ലുക്ക്ഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്ക് ഔട്ട് നോട്ടീസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ലുക്ക്ഡ് ഔട്ട് മീൻസ് വിജിലന്റ് എന്ന അർത്ഥത്തിൽ വരും. ലുക്ക്ഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലുക്ക്ഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് കെയർ ഓഫ് എന്ന അർത്ഥത്തിൽ വരുന്നു. ലുക്ക്ഡ് ആഫ്റ്റർ ടേക്ക് കെയർ ഓഫ് എന്ന അർത്ഥത്തിൽ വരുന്നു. അതുപോലെ ലുക്ക്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലുക്ക്ഡ് അപ്പ് മീൻസ് സെർച്ച് എ ലിസ്റ്റ് എന്നത്. സെർച്ച് എ ലിസ്റ്റ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇത് രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ഹി മെയ്ഡ് ഡാഷ് ടോക്കിംഗ് ടു ഹിസ് ഫ്രണ്ട് ലൗഡ്ലി ഡ്യൂറിംഗ് ദ സെറിമണി. ക്ലീഷേ ഓപ്ഷനിലുണ്ട്, ഫാക്സ് പാസ് ഓപ്ഷനിലുണ്ട്, ഡിജാ വു ഓപ്ഷനിലുണ്ട്, ബോൺ വോയേജ് ഓപ്ഷനിലുണ്ട്. ഫോറിൻ വേർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നോക്കിയേ, അല്ല നമുക്കറിയാം ക്ലീഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തനം, അതായത് ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നത്. ഫാക്മ മീൻസ് സോഷ്യൽ ബ്ലണ്ടർ എന്നാണ്. ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷൻ, ഫാക്സ്പായാണ് ഉത്തരമായിട്ട് വരുന്നത്. ഡിജാവു മീൻസ് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് എന്നാണ്. ഓൾറെഡി എക്സ്പീരിയൻസ്ഡ്, മുമ്പേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഓൾറെഡി എക്സ്പീരിയൻസ്ഡ്. ബോൺ വോയേജ് എന്ന് പറഞ്ഞാൽ ഗുഡ് ജേണി എന്നാണ്. ബോൺ വോയേജ് ഗുഡ് ജേണി എന്നാണ്. എന്നാലാ ബോണാഫിഡെ എന്ന് പറഞ്ഞാലാ? ബോണാഫിഡെ എന്ന് പറഞ്ഞാലാ? ബോണാഫിഡെ എന്ന് പറഞ്ഞാലാ? ഗുഡ് ഫെയ്ത്ത് എന്നാണ്. ബോണാഫിഡെ എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഗുഡ് ഫെയ്ത്ത് എന്നാണ്. ഗുഡ് ഫെയ്ത്ത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് മാലാഫിഡെ. മാലാഫിഡെ എന്ന് പറഞ്ഞാൽ എന്താ? മാലാഫിഡെ മീൻസ് ബാഡ് ഫെയ്ത്ത് എന്നാണ്. മാലാഫിഡെ ബാഡ് ഫെയ്ത്ത്. മാലാഫിഡെ എന്ന് പറഞ്ഞാൽ ബാഡ് ഫെയ്ത്ത് എന്ന്. മാലാഫിഡെ ബാഡ് ഫെയ്ത്ത് എന്ന് ഓർമ്മയിരിക്കുന്നേ. അടുത്ത ചോദ്യം നോക്കി. ദ ഡിസൈനർ ഡ്രസ് കോസ്റ്റ് ഹർ ആം ആൻഡ് എ ലെഗ് മീൻസ് ഡാഷ്. ആൻഡ് കോസ്റ്റ് ഹർ ആൻ ആം ആൻഡ് എ ലെഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ്? ഇഡിയമാണ്. അപ്പൊ നമുക്ക് the dress is misfit എന്നത് ഓപ്ഷനിലുണ്ട്, the dress is extremely costly എന്നത് ഓപ്ഷനിലുണ്ട്, the dress caused injury to her body എന്നത് ഓപ്ഷനിലുണ്ട്, the dress is beautiful എന്നത് ഓപ്ഷൻ. ഏതാണ്? ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. the dress is extremely costly. അപ്പം cost her an arm and a leg means very costly എന്ന്. എന്നാൽ കോസ്റ്റ് ദ എർത്ത് എന്ന് പറഞ്ഞ അർത്ഥം പറ. കോസ്റ്റ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കോസ്റ്റ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ വെരി കോസ്റ്റ്ലി എന്നാണ്. കോസ്റ്റ് ദ എർത്ത് മീൻസ് വെരി കോസ്റ്റ്ലി എന്നാണ്. കോസ്റ്റ് ദ എർത്ത് മീൻസ് വെരി കോസ്റ്റ്ലി എന്നാണ്, മറക്കരുത്. അതുപോലെ ആസിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം പറ. ആസിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം പറ ഡിഫിക്കൽട്ട് ടെസ്റ്റ് എന്നാണ്. ആസിഡ് ടെസ്റ്റ് മീൻസ് ഡിഫിക്കൽട്ട് ടെസ്റ്റ് എന്നാണ്. ആസിഡ് ടെസ്റ്റ്, ഡിഫിക്കൽട്ട് ടെസ്റ്റ്. അതുപോലെ എന്ത് ചെയ്യും? ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാലോ? ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹെർക്കൂലിയൻ ടാസ്ക് ഡിഫിക്കൽട്ട് ടാസ്ക് എന്നാണ്. ഹെർക്കൂലിയൻ ടാസ്ക് ഡിഫിക്കൽട്ട് ടാസ്ക് എന്നാണ്. അതുപോലെ സെല്ലേ സോങ് എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലേ സോങ് ചീപ്പ് റേറ്റ് എന്നാണ്. സെല്ലേ സോങ് ചീപ്പ് റേറ്റ് എന്നാണ്. സെല്ലേ സോങ് മീൻസ് ചീപ്പ് റേറ്റ് എന്നാണ്. സെല്ലേ സോങ് ചീപ്പ് റേറ്റ്. അപ്പൊ ഈ അഡീഷണലി പറയുന്ന കാര്യങ്ങൾ അറിയില്ല എങ്കിലൊന്ന് കുറിച്ചെടുക്കുക. നമുക്ക് ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ബ്ലൂ ബ്ലഡ്. ബ്ലൂ ബ്ലഡ് എന്ന ഇഡിയത്തിന്റെ മീനിങ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
സംതിങ് ഇമ്പോസിബിൾ ഓപ്ഷനിലുണ്ട്, അതുപോലെ വീക്ക് പേഴ്സൺ എന്നത് ഓപ്ഷനിലുണ്ട്, അരിസ്റ്റോക്രാറ്റ് എന്നത് ഓപ്ഷനിലുണ്ട്, ഫണ്ണി ഒബ്ജക്റ്റ് എന്നത് ഓപ്ഷനിലുണ്ട്. നമുക്ക് ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ റോയൽ ഫാമിലി മെമ്പേഴ്സ് എന്നാണ്. അപ്പൊ അതുമായിട്ട് ഉചിതമായിട്ട് വരുന്ന ഏതാ? ആൻ അരിസ്റ്റോക്രാറ്റ്, സി ഓപ്ഷനാണ് ഉത്തരമായിട്ട്. എന്നാൽ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാലോ? ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താ? റെയർ ഇവന്റ് എന്നാണ്. ബ്ലൂ മൂണ് റെയർ ഇവന്റ്, വല്ലപ്പോഴും നടക്കുന്ന കാര്യം. എന്നാൽ ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാലോ? ഫീൽ ബ്ലൂ മീൻസ് ബിക്കം സാഡ്. ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞ മീനിങ് എന്താ? ബിക്കം സാഡ്. അപ്പൊ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ റെയർ ഇവന്റ്, ഫീൽ ബ്ലൂ, ബിക്കം സാഡ്. എന്നാൽ ഔട്ട് ഓഫ് ബ്ലൂ എന്ന് പറഞ്ഞാലോ? ഔട്ട് ഓഫ് ബ്ലൂ മീൻസ് അൺഎക്സ്പെക്റ്റഡ് എന്നാണ്. ഔട്ട് ഓഫ് ബ്ലൂ മീൻസ് അൺഎക്സ്പെക്റ്റഡ്. ഔട്ട് ഓഫ് ബ്ലൂ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അൺഎക്സ്പെക്റ്റഡ് എന്നാണ്. എന്നാൽ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാലോ? ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്നതിന്റെ മീനിങ് എന്താ? അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് എന്നാണ്. ബോൾട്ട് ഫ്രം ദ ബ്ലൂ മീൻസ് അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്. ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ? അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് എന്നാണ്. മറക്കരുത്, ബോൾട്ട് ഫ്രം ദ ബ്ലൂ, അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്. ഇനി ബ്ലൂ ഐ എന്ന് പറഞ്ഞാലോ? ബ്ലൂ ഐ മീൻസ് അട്രാക്റ്റീവ് പേഴ്സൺ എന്നാണ്. ബ്ലൂ ഐ മീൻസ് അട്രാക്റ്റീവ് പേഴ്സൺ. എന്താ? അട്രാക്റ്റീവ് പേഴ്സൺ എന്നാണ്. അപ്പൊ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ റെയർ ഇവന്റ്, അതുപോലെ ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ? ബിക്കം സാഡ്. ഔട്ട് ഓഫ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അൺഎക്സ്പെക്റ്റഡ്. ഈ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞ മീനിങ് എന്താ? അൺഎക്സ്പെക്റ്റഡ്. അതുപോലെ ബ്ലൂ ഐ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ബ്ലൂ ഐ മീൻസ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് പേഴ്സൺ. അട്രാക്റ്റീവ് പേഴ്സൺ. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം നോക്കിയേ. The thunder gradually dashed and its rumbling is heard far away beyond the village. Abate ഓപ്ഷനിലുണ്ട്, abates ഓപ്ഷനിലുണ്ട്, rotund ഓപ്ഷനിലുണ്ട്, rotans ഓപ്ഷനിലുണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമുക്കിവിടെ ബി ഓപ്ഷൻ ആയിട്ടുള്ള abates ആണ് ഉത്തരമായിട്ട് വരുന്നത്. എബേറ്റ്സ് മീൻസ് ഗാഢത കുറയുക, അല്ലെങ്കിൽ തീവ്രത കുറയുക, ശക്തി കുറയുക എന്ന അർത്ഥത്തിലേക്കാണ് വരുന്നത്, ഇല്ലേ? റോട്ടണ്ട് മീൻസ് എന്താ? അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുക, എന്ത് ചെയ്യുന്നു? റൗണ്ട് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. മീനിങ് വൈസില് എബേറ്റ്സ് വരും. തണ്ടർ എന്നത് സിംഗുലാർ ആയതുകൊണ്ട് എബേറ്റ്സ് എന്നത് അവിടെ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കി. ഐഡന്റിഫൈ ദ അന്റോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിന്റെ അന്റോണിം, എതിർപദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനില് ചോദ്യം ഇങ്ങനെയായിരുന്നു: ദ കമ്പനി മെയ്ഡ് ആൻ ഇനോർമസ് പ്രോഫിറ്റ് ലാസ്റ്റ് ഇയർ. ഇനോർമസ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനോർമസ് മീൻസ് ധാരാളം എന്ന അർത്ഥത്തിലാണ് വരുന്നത്, വലുത്, വളരെ കൂടുതൽ എന്ന അർത്ഥത്തിൽ. അപ്പൊ മാസീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ, കൊളോപ്പൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ, ഇമ്മൻസ് എന്ന് പറഞ്ഞാൽ ധാരാളം, ഡിമിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ്. ഏതാ ഉത്തരം? ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഡിമിനിറ്റീവ്, കുറവ് എന്ന അർത്ഥത്തിൽ ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കിയേ. സൈമൾട്ടേനിയസ് എന്നതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതെന്നാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ചതാണ് സൈമൾട്ടേനിയസ്. നമ്മൾ എങ്ങനെയാ പഠിച്ച? സിമ്മ്, ഉള്ള്, ടാൻ, TAN, ടാൻ, EO, അസ്, സിമ്മ്, ഉള്ള്, ടാൻ, ഇയോസ്. അങ്ങനെ വരുന്ന ഏതാ? നമുക്ക് ഇവിടെ സിമ്മ്, ഉള്ള്, ടാൻ, ഇയോ ഇല്ല. ഇവിടെ സിമ്മ്, ഉള്ള്, ടാൻ, ഇയോ ഉണ്ട്. അസ്, ദാ ബി ഓപ്ഷൻ. ഇനി അടുത്ത ഇതെല്ലാം SY ആണ്. നമുക്ക് ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട്. സൈമൾട്ടേനിയസ്, സിമ്മ്, ഉള്ള്, ടാൻ, ഇയോ, അസ്. സൂപ്രണ്ടന്റ് സ്പെല്ലിംഗ് എങ്ങനെയാ? സൂപ്രണ്ടന്റ്, സൂപ്പർ, ഇന്ന്, സൂപ്പർ, ഇന്ന്, ടെന്ന്, ഡെന്റ്. സൂപ്പർ, ഇന്ന്, ടെന്ന്, ഡെന്റ്. സൂപ്രണ്ടന്റ്, സൂപ്പർ, ഇന്ന്, ടെന്ന്, ഡെന്റ്. അതുപോലെ സിമട്രി, സിമ്മ്, മീ, ട്രൈ, സിമ്മ്, മീ, ട്രൈ, സിമട്രി, സിമ്മി, ട്രൈ, സിമട്രി, രണ്ടും സിമ്മി, ട്രൈ എന്ന് പഠിക്കുക.
അടുത്ത ചോദ്യം നോക്കി. A person who studies stars and the universe. സ്റ്റാർസിനെയും യൂണിവേഴ്സിനെയും കുറിച്ച് പഠിക്കുന്നതിന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറയുന്ന പേരെന്ത്? ഏതാ? നമുക്ക് ഓപ്ഷനില് അസ്ട്രോണമർ ഉണ്ട്. അസ്ട്രോണമർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അസ്ട്രോണമർ. ആസ്ട്രോനട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹിരാകാശ യാത്രകൻ. ആസ്ട്രോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റേ ജ്യോതിഷൻ എന്ന അർത്ഥത്തിലൊക്കെ പറയാം. അടുത്ത നോക്കി. ഓപ്പർച്യൂണിറ്റി എന്ന വാക്കിന്റെ ഉചിതമായിട്ടുള്ള സ്പെല്ലിംഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി ഏതാ? OPPORTUNITY. ഏതാ അങ്ങനെ വരുന്നത്? ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഓപ്പർച്യൂണിറ്റി. OPPORTUNITY. ഓപ്പർച്യൂണിറ്റി മറക്കരുത്. അതുപോലെ മൊമെന്റോ സ്പെല്ലിംഗ് memento. മൊമെന്റോ. ബൊക്കെ സ്പെല്ലിംഗ് BOUQUET. ബൊക്കെ BOUQUET മറക്കല്ലേ. മൊമെന്റോ memento MEMENTO. അടുത്ത നോക്കിയേ. പീസ് ഓഫ് കേക്ക് എന്ന ഇഡിയത്തിന്റെ മീനിങ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ടേസ്റ്റി സ്നാക്ക് എന്നത് ഓപ്ഷനിലുണ്ട്. സംതിങ് ദാറ്റ് ഈസ് വെരി ഈസി എന്നത് ഓപ്ഷനിലുണ്ട്. which is soft എന്നത് ഓപ്ഷനിലുണ്ട്. a small piece of cake എന്നത് ഓപ്ഷനിലുണ്ട്. ഏതാ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചതാണ്. പീസ് ഓഫ് കേക്ക് സംതിങ് ദാറ്റ് ഈസ് വെരി ഈസി എന്നാണ് കേട്ടോ. ഈസി ടാസ്ക് അതിന് പറയുന്ന പേരാണ് പീസ് ഓഫ് കേക്ക് എന്നത്. എന്നാൽ ചെറി ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞ അർത്ഥം പറ. ചെറി ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞാൽ ചെറി ഓൺ ദി കേക്ക്. ചെറി ഓൺ ദി കേക്ക് എന്ന അർത്ഥം എന്താ? ചെറി ഓൺ ദി കേക്ക് ലാസ്റ്റ് തിങ് get more attraction എന്നാണ്. ലാസ്റ്റ് തിങ് get more attraction. ചെറിയ ഓൺ ദി കേക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ലാസ്റ്റ് തിങ് get more attraction. എന്നാൽ അസ് റെഡ് ചെറി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അസ് റെഡ് ചെറി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് തിങ് get more attraction. സോറി, അസ് റെഡ് ചെറി എന്ന് പറഞ്ഞാൽ വെരി റെഡിഷ് കളറാണ്. അസ് റെഡ് ചെറി മീൻസ് വെരി റെഡിഷ് കളറാണ്. ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി എന്ന് പറഞ്ഞ അർത്ഥം പറ. ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി ഹാപ്പി ലൈഫ് എന്നാണ്. ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി മീൻസ് ഹാപ്പി ലൈഫ്, വളരെ സന്തോഷമുള്ള ജീവിതം എന്നാണ് കേട്ടോ. ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി ഹാപ്പി ലൈഫ്. ഓക്കെ, അതുപോലെ എന്ത് ചെയ്യുന്നു? അതുപോലെ വരുന്നതാണ് ഏത്? ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി. നീ എ ബൈറ്റ് അറ്റ് ചെറി എന്ന് പറഞ്ഞാലോ? എ ബൈറ്റ് അറ്റ് ചെറി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എ ബൈറ്റ് അറ്റ് ചെറി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ് എന്നാണ്. ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്. അപ്പൊ ചെറി ഓൺ ദി കേക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. അസ് റെഡ് ചെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അസ് റെഡ് ചെറി റെഡിഷ് കളർ. ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി എന്ന് പറഞ്ഞാൽ ഹാപ്പി ലൈഫ്. എ ബൈറ്റ് അറ്റ് ചെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്. ഓക്കെ, ബി ഓപ്ഷൻ. അടുത്ത ചോദ്യം നോക്കിയേ. പ്രൊഫൗണ്ട് എന്നതിന്റെ ഓപ്പോസിറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊഫൗണ്ട് ധാരാളം എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് അതായത് ആന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്റൻസ് കൂടുതൽ എന്ന അർത്ഥത്തിലും, ഡീപ്പ് ആഴത്തിൽ, കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ മൊത്തത്തിൽ, സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാൽ കുറവ് എന്നാണ്. ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. പ്രൊഫൗണ്ട് എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് സൂപ്പർഫിഷ്യൽ എന്ന് പറയുന്നത്. നോക്കിയേ, മാഗ്നം ഓപ്പസ് എന്നതിന്റെ അല്ലെങ്കിൽ എന്ന ഫോറിൻ വേർഡിന്റെ മീനിങ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെരി വെൽത്തി എന്നത് ഓപ്ഷനിലുണ്ട്. സംതിങ് വെരി എക്സ്പെൻസീവ് എന്നത് ഓപ്ഷനിലുണ്ട്. ഗ്രേറ്റ് വർക്ക് എന്നത് ഓപ്ഷനിലുണ്ട്. അതുപോലെ വെരി ലിറ്റിൽ എന്നത് ഓപ്ഷനിലുണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? മാഗ്നം ഓപ്പസ് എന്നതിന്റെ മീനിങ് എന്താ? മാഗ്നം ഓപ്പസ് നമ്മൾ പഠിച്ചതാണ്. മാഗ്നം ഓപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റ് വർക്ക്. ഏതാ ഓപ്ഷൻ? സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്നാൽ ബെല്ലാഡൊന്ന എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ബെല്ലാഡൊന്ന എന്ന് പറഞ്ഞാൽ പ്രിറ്റി വുമൺ എന്നാണ്. ബെല്ലാഡൊന്ന പ്രിറ്റി വുമൺ എന്നാണ്. അതുപോലെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ അർത്ഥം പറ. മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ അർത്ഥം പറ. വേ ഓഫ് വർക്കിംഗ് എന്നാണ്. മോഡസ് ഓപ്പറാൻഡി, OPARANDA ഓപ്പറാൻഡി. മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞാൽ
വേ ഓഫ് വർക്കിംഗ് എന്നാണ്. എന്നാൽ മോഡസ് വിവിൻഡി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വിവിൻഡി, മോഡസ് വിവിൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേ ഓഫ് ലിവിങ് എന്നാണ്. മോഡസ് വിവിൻഡി വേ ഓഫ് ലിവിങ് എന്നാണ്. മോഡസ് വിവിൻഡി വേ ഓഫ് ലിവിങ്, മോഡസ് ഓപ്പറാൻഡി വേ ഓഫ് വർക്കിംഗ്. അതേപോലെ മെറ്റീരിയ മിഡിക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മെറ്റീരിയ മിഡിക്ക, മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മെഡിസിൻ എന്നാണ്. മെഡിസിൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മെഡിസിൻ എന്നാണ് കേട്ടോ. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മെഡിസിൻ. അടുത്ത നോക്കിയേ, what do you call someone who is a beginner in any profession? ഒരു പ്രൊഫഷനിൽ ഒരുവൻ ബിഗിനർ ആണ് എന്ന് കാണിക്കുന്നത്, അല്ലെങ്കിൽ ബിഗിനർ ആണ് എന്ന് കാണിക്കുന്നത് ഏത്, അല്ലെങ്കിൽ ബിഗിനർ ഒരു പ്രൊഫഷനിൽ അധികം പരിചയ സമ്പത്തില്ലാത്ത ആൾക്കാർക്ക് പറയുന്ന പേരെന്ത്? വെറ്ററൻ ഓപ്ഷനിലുണ്ട്, നോവിസ് ഓപ്ഷനിലുണ്ട്, അഡപ്റ്റ് ഓപ്ഷനിലുണ്ട്, എയ്സ് ഓപ്ഷനിലുണ്ട്. ഏതാ? വെറ്ററിൻ താരം നമ്മൾ കേട്ടിട്ടുണ്ട്. വെൽ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ പറയുന്നവരാണ് വെറ്ററിൻ. നോവിസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ. ഈ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് അറ്റ് ഡൂയിങ് സംതിങ്, എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള പ്രത്യേക കഴിവെന്ന്. എയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയാവുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ. ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അധികം പരിചയ സമ്പത്തില്ലാത്ത ആൾക്കാർക്ക് പറയുന്ന പേര് നോവിസ്. അടുത്ത നോക്കിയേ, തന്നിരിക്കുന്ന വാക്കുകളില് ഏതാ in the following group of word but all but one are synonyms. find the odd one. താഴെ തന്നിരിക്കുന്നതില് ഒരെണ്ണം മാത്രം മീനിങ് വ്യത്യാസം ഓഡ് വൺ ആണ്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബിംഗ്, ഗ്രോപ്പിംഗ്, ഡ്രൈവിംഗ് ആൻഡ് ഫംബ്ലിംഗ്. ഏതാ? നമുക്ക് ആകെ വരുന്നതിൽ വ്യത്യസ്തമായിട്ട് വരുന്നത് ഡ്രൈവിംഗ് ആണ്. ഡി ഓപ്ഷൻ ആണ് ഡ്രൈവിംഗ്. ബാക്കിയെല്ലാം വിക്കി ഒരു കാര്യം മടിച്ച് ചെയ്യുക, വിക്കി പറയുക, കോൺഫിഡൻസ് ഇല്ലാതെ പറയുക എന്ന അർത്ഥത്തില് വരുന്നതാണ്. ഡി ഓപ്ഷൻ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം, റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ്. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്ക് റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. when I met my old friend after several years he or she spoke to me with an unsatisfied desire about our good school, അല്ലെങ്കിൽ our good old school days. വിസിറ്റിഫുള്ളി ഓപ്ഷനിലുണ്ട്, ഡിസൈറ്റീവ്ഫുള്ളി ഓപ്ഷനിലുണ്ട്, കെയർഫുള്ളി ഉണ്ട്, ഫെയ്ത്ത്ഫുള്ളി ഉണ്ട്. ഏതാ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. വിസിറ്റിഫുള്ളി എന്ത് ചെയ്തു? അതായത് ഒരു മടിയും കൂടാണ്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഡിസൈറ്റീവ്ഫുള്ളി ആഗ്രഹത്തോടു കൂടി, കെയർഫുള്ളി ശ്രദ്ധയോടുകൂടി, ഫെയ്ത്ത്ഫുള്ളി വിശ്വാസതയോടുകൂടി. ഉത്തരമായിട്ട് വരുന്ന ഉത്തരം ഏതാ? എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. വിസിറ്റിഫുള്ളി ആണ് ഉത്തരമായിട്ട്. അടുത്ത നോക്കിയേ, ഫ്രൈസൽ വെർബ് ഉപയോഗിച്ച് സെന്റൻസ് ഫില്ലപ്പ് ചെയ്യാനാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് യുവർ ദി ഗുഡ് നെയിം വൺസ് യു ഹാവ് ലോസ്റ്റ് ഇറ്റ്. ഗെറ്റ് ഡൗൺ ഓപ്ഷനിലുണ്ട്, ഗോ ഓഫ് ഓപ്ഷനിലുണ്ട്, ഗെറ്റ് ഓഫ് ബാക്ക് ഓപ്ഷനിലുണ്ട്, ഗെറ്റ് അബൌട്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്ന? ഗെറ്റ് ബാക്ക് ആണ്. ഗെറ്റ് ബാക്ക് റിട്ടേൺ, തിരിച്ചു കിട്ടുക. ഒരു തവണ നമ്മളുടെ നല്ല പേര് നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടാൻ വലിയ പാടാണ്. തിരിച്ചു കിട്ടുക, ഗെറ്റ് ബാക്ക്. ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിസെൻഡ് എന്നാണ്. ഗെറ്റ് ഡൗൺ, ഡിസെൻഡ്. ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഡ് ചെയ്യുക. ഗോ ഓഫ് എക്സ്പ്ലോഡ് ആണ്. ഗോ. ഗെറ്റ് എബൌട്ട് എന്ന് പറഞ്ഞാൽ ഗെറ്റ് എബൌട്ട് ട്രാവൽ എന്നാണ്. ഗെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫ്രേസൽ വെർബ് എന്ന് പഠിച്ചേ. ഗെറ്റ് എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ. ഗെറ്റ് എബൌട്ട് ട്രാവൽ. എന്നാൽ ഗെറ്റ് അക്രോസ് എന്ന് പറഞ്ഞാലോ? ഗെറ്റ് അക്രോസ് മീൻസ് കമ്മ്യൂണിക്കേറ്റ്. ഗെറ്റ് അക്രോസ് കമ്മ്യൂണിക്കേറ്റ്. ഗെറ്റ് അക്രോസ് മീൻസ് ടു കമ്മ്യൂണിക്കേറ്റ്. എന്നാൽ ഗെറ്റ് അറ്റ് എന്ന് പറഞ്ഞാൽ റീച്ച് എന്നാണ്. ഗെറ്റ് അറ്റ് റീച്ച്. ഗെറ്റ് അറ്റ് റീച്ച്. ഗെറ്റ് ടു എന്ന് പറഞ്ഞാലും ഗെറ്റ് ടു മീൻസ് അതും റീച്ച് എന്നാണ്. ഗെറ്റ് ടു മീൻസ് റീച്ച് എന്നാണ്. ഇനി ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാലോ? ഗെറ്റ് ബാക്ക് മീൻസ് റിട്ടേൺ എന്നാണ്. ഗെറ്റ് ബാക്ക്, റിട്ടേൺ. ഗെറ്റ് ഇൻ എന്ന് പറഞ്ഞാലോ? ഗെറ്റ് ഇൻ എൻ്റർ എ വെഹിക്കിൾ എന്നാണ്. ഗെറ്റ് ഇൻ എൻ്റർ എ വെഹിക്കിൾ എന്നാണ്. എന്നാൽ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാലോ? ടു ലീവ് എന്നാണ്. ഗെറ്റ് ഔട്ട്, ടു ലീവ് എന്നാണ്. ഇനി ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാലോ? ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാലും എൻ്റർ എ വെഹിക്കിൾ എന്നാണ്. ഗെറ്റ് ഓണും എൻ്റർ എ വെഹിക്കിൾ. ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റർ എ വെഹിക്കിൾ ആണ്. എന്നാൽ ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാലോ? ഗെറ്റ് ഓഫ് എക്സിറ്റ് ഫ്രം എ വെഹിക്കിൾ എന്നാണ്. ഗെറ്റ് ഓഫ്
എക്സിറ്റ് ഫ്രം എ വെഹിക്കിൾ. ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിറ്റ് ഫ്രം എ വെഹിക്കിൾ എന്ന്. ഇനി അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ അസെൻഡ് ചെയ്യുക. ഇനി ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാലോ ഗെറ്റ് ഡൗൺ ഡിസെൻഡ് ചെയ്യുക. ഗെറ്റ് അപ്പ് അസെൻഡ് അല്ലെങ്കിൽ ടു റൈസ്. ഗെറ്റ് ഡൗൺ ഡിസെൻഡ് ചെയ്യുക. ഗെറ്റ് ഡൗൺ ഡിസെൻഡ് ചെയ്യുക. ഓക്കെ, മറക്കൂലല്ലോ, ഒന്ന് ഓർമ്മ. നമ്മൾ നോക്കിയത് 2025-26 കാലഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് PYQ ആണ്. അല്ല, അടുത്ത ക്ലാസ്സുകൾ നമ്മൾ ചെയ്യും. നോക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.